സൂര്യക്ക് വിജയ് കൂട്ടിരിക്കുന്നതും ഈ വിവാഹം മുടക്കാനുള്ള നമ്മുടെ അവസാനത്തെ ശ്രമമാണ്. രണ്ടിലേതെങ്കിലും ഒന്ന് വിജയിച്ചേ പറ്റൂ. ഏട്ടൻ ചേച്ചി പറയും പോലെ അങ്ങ് ചെയ്താ മതി. ഏട്ടന് മദ്യപിപ്പിക്കാൻ ഒരു ബുദ്ധിമുട്ടും ഇല്ലല്ലോ. മാത്രമല്ല വിവാഹം കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളെ കുറിച്ച് ഏട്ടനെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയും വേണം. അതിന്റെ ആവശ്യമൊന്നുമില്ല. സൂര്യ എന്നെ സ്ഥിരം കാണുന്നതല്ലേ. കല്യാണം കഴിഞ്ഞാലുള്ള ബുദ്ധിമുട്ട് എന്നെ കാണുമ്പോ മനസ്സിലാവില്ല. ചെന്ന് അവനെ വിളിച്ചുണർത്തി ഞാൻ പറഞ്ഞത് ചെയ്യും. സൂര്യയുടെ കാര്യമായതുകൊണ്ട് ആര് വിവാഹം മുടക്കിയാലും നിങ്ങളെ സംശയിക്കില്ല. പെട്ടെന്ന് വേണം. ശരി, പക്ഷേ എന്തെങ്കിലും കാരണവശാൽ സൂര്യ എന്റെ കയ്യിൽ നിന്ന് ചാടിപ്പോയാ ഒരു ബാഗ് എടുത്ത് കൈ തന്നിട്ട് നിങ്ങള് പൊക്കോ എന്നോട് പറയരുത്. ദേ പോയി. വിജയേട്ടനെ കൊണ്ട് വല്ലതും നടക്കൂ? നടക്കണം. ഈ വിവാഹം നടക്കരുതെന്നുള്ളത് നമ്മുടെ എല്ലാവരുടെയും താല്പര്യം. ഇത് മുടങ്ങിയേ പറ്റൂ. മിത്ര, ഇപ്പൊ നിന്നെ കാണുമ്പോ എനിക്ക് എന്താ തോന്നുന്നറിയോ? വിവാഹ മണ്ഡപത്തിൽ വെച്ച് ഒരു പക്ഷെ താലി കെട്ടുന്നതിന് മുമ്പ് ഒരുപാട് പ്രപ്പോസൽസ് നിനക്ക് വരാൻ സാധ്യതയുണ്ട്. എന്തായാലും നിന്നെ ഞങ്ങൾ സമ്മതിച്ചു കേട്ടോ. സൂര്യയെ കണ്ടൊരു ആഗ്രഹം തോന്നിയപ്പോഴേക്കും മറ്റെല്ലാം വലിച്ചെറിഞ്ഞ് അയാളെ സ്വന്താക്കാൻ തോന്നിയല്ലോ. ആ കാര്യത്തിൽ സമ്മതിച്ചു കൊടുക്കേണ്ടത് മിത്രയുടെ അച്ഛനെയാണ്. യെസ്, ഞാൻ എന്താഗ്രഹിച്ചാലും അച്ഛൻ എനിക്കത് സാധിച്ചു തരും. സോ അസാധ്യമായൊരു കാര്യം ലോകത്തുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ദാറ്റ് ഈസ് മിത്ര.